നബിക്ക് വേണ്ടി മടക്കപ്പെട്ടു ഷംസുൻ സൂര്യനെ. ആ സൂര്യൻ അസ്തമിച്ച ഉടനെ തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, മുഅ്ജിസത്ത്, കറാമത്ത്, മെസ്മരിസം, ജാദു, ബ്ലാക്ക് മാജിക് ഇതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ പല ജാതി പഠനങ്ങളും കർമ്മങ്ങളുമുണ്ട്. ബ്ലാക്ക് മാജിക് ആണെങ്കിൽ ഇതൊക്കെ ഏത് തരം മെസ്മരിസം, എന്ത് തരം എന്താ പറയുക, കൺകെട്ട് വിദ്യ കാട്ടുകയാണെങ്കിൽ അതിനൊക്കെ പിന്നിൽ പഠനങ്ങളുണ്ട്. ആ പഠനത്തിലുള്ളത് പോലെ മാത്രമേ അത് നടക്കൂ. ഇതങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, വെള്ളത്തിൽ 2 മണിക്കൂർ മുങ്ങാൻ കഴിയുന്നവൻ മുങ്ങിയാൽ അത്രേ അവന് കഴിയൂ. ആ 2 മണിക്കൂറിനുള്ളിൽ എടുത്തോളം ലൈൻ മരിച്ചു. വൈക്കോല് തീ കൊടുക്കുമ്പോൾ വൈക്കോലിൻ്റെ ഉള്ളിൽ കയറി കിടക്കുന്ന ആളുകളുണ്ട്. ആ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ആ ലൈൻ തെറ്റിക്കഴിഞ്ഞാൽ മരിച്ചു. മരിച്ച ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഭൂമിയിൽ കുഴിച്ചിട്ട ആളെ ആ കൃത്യമായ സമയത്തിനുള്ളിൽ വിളിച്ചിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ ചത്തുവും. അതും നമ്മുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഹാക്കറ പല ജാതി മാജിക്കുകളുണ്ട്. ഈ മാജിക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിനൊരു കൃത്യമായ പഠന സംവിധാനവും റൂട്ടും ഉണ്ട്. ഇതങ്ങനെയല്ല. ഇത് ആവശ്യങ്ങൾ അപ്പോൾ ചെയ്തു കൊടുക്കുകയാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന് വേണ്ടി സൂര്യനെ മടക്കാൻ വേണ്ടി റസൂലുള്ളാഹി സൂര്യനെ മടക്കാനുള്ള ഒരു അക്കാദമിയിൽ കയറി പഠനം നടത്തി ജയിച്ചതാണോ? അല്ല. എന്താ വേണ്ടത്? ചെയ്ത ചന്ദ്രനെ പിളർത്താനാണെങ്കിൽ ചന്ദ്രനെ പിളർത്തി, സൂര്യനെ മടക്കാനാണെങ്കിൽ സൂര്യനെ മടക്കി. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്തുകൊണ്ട്? അതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ മുഴുവൻ ഒരു ഉള്ളംകൈയിൽ എന്ന രൂപത്തിൽ അവർക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് നടക്കാത്ത ഒരു കാര്യവും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അത് എന്ത് ഏത് എന്ന ചോദ്യത്തിന് പോലും അർത്ഥമില്ല. അവർക്ക് നടക്കാത്ത ഒരു കാര്യവും. അവർ നബിയെ കളവാക്കിയപ്പോഴെല്ലാം ഇറക്കി കാണിച്ചു മുഹ്കമായ ഖുർആനിനെ. നബി സത്യവാനാണ്, അവരാണ് കളവുള്ളവർ, അവരാണ് കളവിൻ്റെ ആളുകൾ, നബി സത്യവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ വചനങ്ങൾ ഇറക്കി നബി അവർ കളവാക്കിയ നേരത്ത്. അന്ത്യനാൾ വരെ ആ മുഅ്ജിസത്ത് ഇവിടെ നിലനിൽക്കുകയും ചെയ്തു. ഏത്? ഖുർആൻ. മനസ്സിലായില്ലേ പറഞ്ഞത്? അവരില്ല ഇപ്പോൾ, അവരുടെ അടയാളങ്ങളും ഇല്ല. പക്ഷെ നബിയുടെ അടയാളമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ വലിയ ആളുകളാണ് എന്നവർ പറഞ്ഞതിന് ഒരു തെളിവ് ഇപ്പം നിലനിൽക്കുന്നില്ല. നബിക്ക് തെളിവായി അന്ത്യനാൾ വരെ ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. അവരെ പൂർണ്ണമായി തകർത്തെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാനാണ് എന്നതിനുള്ള ബലിഷ്ഠമായ തെളിവുകൾ ഇറക്കുകയും ചെയ്തു. മുഹ്കമായ തൻസീലിനെ, ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയുടെ സത്യസന്ധതയ്ക്ക് തെളിവായി ഇറക്കുകയും ചെയ്തു. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അന്ത്യനാൾ വരെ കൂടി മനുഷ്യൻ ഇതോടി ഇങ്ങോട്ടും. യാസീൻ മിൻ അസ്മാഇ റസൂലില്ലാഹ്. യാസീൻ മിൻ അസ്മാഇ റസൂലില്ലാഹ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. യാസീൻ, ഓ നബിയേ, വൽ ഖുർആനിൽ ഹകീം, ഹകീമായ കൃത്യമായ നീതിയുക്തമായ യുക്തിയുക്തമായ ഖുർആനാണ്. ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങ് മുർസലീങ്ങളിൽപ്പെട്ട ആളു തന്നെയാണ്. ഞങ്ങളെപ്പോലത്തെ ഒരാളാണ് താങ്കളും എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്ത് പറഞ്ഞു? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങ് സത്യമായ മാർഗത്തിലും ഋജുവായ പന്ഥാവിലുമാണ്. അങ്ങ് സത്യവാനാണ്, തീർച്ചയായും മുർസലാണ്. ഇത് ഇതുവരെ സത്യമാക്കിയിട്ട്
കോടാനക്കോടി ആളോതി ഇനി ഓതാനുണ്ട്. അവർ പറഞ്ഞതിന് അവർ വലിയ ആളുകളായെന്ന് അവർ പറഞ്ഞായിരുന്നു. അതിനെന്താ തെളിവ്? ഒരു തെളിവ് അന്നും ഇല്ല. മുഹ്കമായ ഖുർആനിനെ, തത്വാധിഷ്ഠിതമായ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സത്യവാനാണ് എന്നതിന് തെളിവായി ഇറക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? ആ സത്യത്തെ നിരാകരിക്കാൻ ലോകത്ത് ഇന്ന് വരെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ നബിയിലേക്ക് ചേർന്ന രക്ഷപ്പെടും, അത്രേ പറയാനുള്ളൂ. ആരാ നബിയിലേക്ക് ചേർന്ന് നിന്നോ അവർ രക്ഷപ്പെടും, അത്രേ പറയാനുള്ളൂ. ആരാണെങ്കിലും അവർക്ക് ദുനിയാവും അവർക്ക് ആഖിറവും കിട്ടും. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ആഖിറം മാത്രമല്ല, ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. നബിയിലേക്ക് ചേർന്നവർക്ക് ദുനിയാവും ഉണ്ട്, ആഖിറവും ഉണ്ട്. എന്താ ദുനിയാവിൽ വേണ്ടത്? ദുനിയാവ് കിട്ടുന്ന വലിയ വലിയ ബാങ്ക് ബാലൻസ് ഉള്ള ആൾക്ക് സമാധാനമുള്ളത്. മനുഷ്യന് വേണ്ടത് സമാധാനം, സന്തോഷം, സമാധാനം, നിറവ്. ഒരു നിറവ്. വലിയ മുതലുണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പം ഇവൻ്റെ പെങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ സാദിഖിൻ്റെ പെങ്ങൾ മരിച്ചു. ആ കുട്ടിയെപ്പറ്റി നല്ലത് പറയാത്തൊരു മനുഷ്യനില്ല. എത്രയോ ആളും എന്നോട് പറഞ്ഞു, നല്ലൊരു പെണ്ണായിരുന്നു, നല്ലൊരു സാലിയത്തായ പെണ്ണായിരുന്നു. നാടാരും അറിയാതെ ജീവിച്ച ഒരു പെണ്ണിനെ മരിച്ചപ്പോൾ നാടാകെ അറിഞ്ഞു. ഈ മുതലും കാര്യം ഇവരൊക്കെ ഓരോ അവസ്ഥ എന്താ ചങ്ങതി. ഇനിയിപ്പോൾ എന്താണെങ്കിൽ ഒന്നും പറയണ്ട, മരിച്ചില്ല അങ്ങനെ പറയാം. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറയണ്ട, ഏതായാലും മരിച്ചില്ല, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. ഇതിനകത്ത് എന്താ കുറേ പറയണ്ടെന്നല്ലേ? മരിച്ചില്ല, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. അങ്ങനെ മനുഷ്യന് സമാധാനം, സന്തോഷം, ജനങ്ങൾ നല്ലത് പറഞ്ഞു. മുതലുണ്ടാകാം, മുതലില്ലാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെയും ഖദീറാത്തുകളാണ്. മുതലുണ്ട്, സമാധാനമില്ല. മുതലില്ല, സമാധാനമുണ്ട്. മുതലുണ്ട്, ഒരു പീടി കയറിയിട്ട് ഒരു ചായ കടം കിട്ടില്ല, മുതലുണ്ട്. പക്ഷെ പീടി കയറിയിട്ട് ചായ കടം കിട്ടും, മുതലില്ല. അവന് ഒരു കൊല്ലം പൈസ കൊടുത്താൽ ചായ കുടിക്കാനും ചായപ്പൊടിക്കാരൻ കൊടുക്കും. എന്താ വ്യത്യാസം? പക്ഷേ പള്ളർച്ച മുതലുണ്ട്, പക്ഷെ അടുത്ത പീടി കയറി ചായ കുടിച്ചാൽ ചോദിച്ചാൽ ആ പൈസ ചായ കുടിച്ചാൽ കഴിയുമ്പോൾ പൈസ കൊടുക്കും. അയ്യോ, എൻ്റെ വാപ്പയും വാപ്പാൻ്റെ അപ്പൊക്കെ ഇവിടെ എൻ്റെ വാപ്പാൻ്റെ കച്ചവടത്തിന് കുറേ പൊളിച്ചങ്ങൾ തന്നെ ആവില്ല, പൈസ ഉണ്ടെങ്കിൽ കുറിച്ചാൽ മതി. ഇഞ്ച് മുതലാണ് മുതലുണ്ട്, എനിക്ക് എന്താ കാര്യം? പൈസ എടുക്കുക. മുതലുണ്ട്, അടുത്ത പീടി നിന്ന് ചായ കടം കിട്ടില്ല. മുതലില്ല, പ്രത്യേകിച്ചില്ല. പക്ഷേ ഞാൻ ചായ കുടിച്ചെന്ന് പോലും പറയേണ്ടതില്ല, എന്നോട് എഴുതിയേക്കും. ഒരു കൊല്ലം കൊടുത്തില്ലെങ്കിൽ ചോദിക്കൂല. എൻ്റെ ഓരോ വാപ്പയും വല്യാപ്പയും നമ്മുടെ 10 പൈസ ആർക്കും കൊടുക്കാൻ ബാക്കിയില്ല. ഒരു മാന്യന്മാരാണ്. അല്ലെങ്കിൽ നാളെ ലോട്ടറി അടിച്ച മാതിരി ഒന്നിച്ച് പൈസ ഇട്ടു പിടിച്ചിട്ടുണ്ട്. ഒരു മുതലുണ്ടോ? മുതലങ്ങളാരും നോക്കണ്ട, ഓരോ പൈസ ഇട്ടു. വലിയ മുതലുണ്ട്, പക്ഷെ ജനങ്ങൾക്ക് ഒരു വിലയില്ല. ഒരു 10 പൈസ ഇല്ല, പക്ഷെ ജനങ്ങൾക്കൊരു വലിയ വിശ്വാസമാണ്. മുതലാളി കൊടുക്കാനുള്ള പൈസ കച്ചറുണ്ടായപ്പോൾ ആ നാട്ടിലൊരു തൊഴിലാളി കൂലിപ്പണിക്കാരൻ ഏറ്റു. മുതലാളി കൊടുക്കാനുള്ള ഒരു പൈസ മറ്റോ വീട്ടില, എനിക്കെൻ്റെ പൈസ കിട്ടണം. തല്ലങ്ങനെ ഇറങ്ങിയപ്പോൾ കൂലിപ്പണിക്കാരൻ ഏറ്റു. കച്ചറുണ്ടാക്കൽ എത്ര തരാനുള്ളത്? 25,000 രൂപ ഞാൻ തന്നോളാം, വണ്ടി വിടും. മറ്റോ കൈക്കോട്ടും കൊണ്ട് പാടത്തുനിന്ന് പോയപ്പോൾ ഇവനെ ഏറ്റു. അപ്പോൾ മറ്റോ വിട്ടും കൊടുത്തു. ആയിക്കോട്ടെ, നിങ്ങളേറ്റാൽ മതി. അവൻ്റെ മൂലത്തിന് എന്താ ആ കൈക്കോട്ട്? വായി തേങ്ങ കൈക്കോട്ട് അല്ലെങ്കിൽ തന്നെ ഒരു 100-200 രൂപ കിട്ടണം. അതിൻ്റെ വായി തേഞ്ഞും പോയി. അതാണ് എൻ്റെ മൂലധനം. ഓൻ 25,000 ഏറ്റപ്പോൾ നാട്ടുകാർക്ക് വിശ്വാസം, പൈസ ഇട്ടു. കോടാനക്കോടിൻ്റെ മുതലുണ്ട്. ഈ പൈസ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു അടിയാണ് വെക്കാൻ നോക്കണം. ഇത് അങ്ങനല്ലേ പറയും? എൻ്റെ ജനങ്ങൾക്ക് അവനെ വിശ്വാസമല്ല. മുതലുണ്ടായിട്ട് കാര്യം? ഒരു മനുഷ്യന് വേണ്ടത് അവനെ ജനങ്ങൾക്കൊരു വിശ്വാസം വേണം. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് വലിപ്പത്തരം. അതാണ്. അല്ലാതെ അവനും അവൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും വലിയ ഇന്നോവയിൽ പോകുക എന്നുള്ളതല്ല. ഇസ്സത്ത് എന്ന സംഗതി വേറെയാണ്. അത് നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കും. റസൂലുള്ളാഹിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം കിട്ടും.
ഹബീബായ നബിയിലേക്ക് ഒരാൾ ചേർന്ന് അവന് ദുനിയാവും കിട്ടും, അവന് ആഖിറം കിട്ടും, അവനെല്ലാം കിട്ടും, അവന് കിട്ടാത്ത യാതൊരു സംഗതിയും ഉണ്ടാവില്ല. ഹബീബാ റസൂലുള്ളാഹിയുടെ ചര്യ പകർത്തിയാലോ എല്ലാം കിട്ടും. ഹബീബാ റസൂലുള്ളാഹിയുടെ ചര്യ പകർത്തിയാൽ എല്ലാം കിട്ടും. ഒരു മനുഷ്യന് എന്തൊക്കെ വേണോ റസൂലുള്ളാഹിയുടെ ചര്യ പകർത്തിയാൽ കിട്ടും. അന്ന് വലിയ ആളുകളാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളുടെയും ഒരു അധികാരമോ ഒരു അവശിഷ്ടമോ ഒരു നന്മയുടെ വഖയ്യത്തോ ഇന്ന് കാണാനില്ല, കേൾക്കാനില്ല. എന്നാൽ ഇന്ന് ഈ സമയത്തും നബി സത്യവാനാണെന്നുള്ള ആയത്തുകൾ കോടിക്കണക്കായ ജനങ്ങൾ ഈ സമയത്ത് തോന്നുന്നുണ്ടാവും. അത് മനഃപ്പാടമുള്ള കോടിക്കണക്കായ ജനങ്ങൾ ലോകത്തുണ്ട്. മനസ്സിലായില്ലേ? ഒരു യാസീനൊറ്റ് കാണാൻ കിട്ടില്ലെങ്കിൽ ഒന്നിനും പറ്റാത്തവനെ കണക്കാക്കും. യാസീൻ മിൻ അസ്മാഇ റസൂലില്ല. അതിനേക്കാൾ താഴത്തുള്ള സൂറത്തിൻ്റെ ഖുർആനിൽ അത് കാണാൻ കിട്ടൂല. എന്ത് കിട്ടും? അത് റസൂലിന്റെ പേരിലുള്ള സൂറത്താണ്, അത് കാണാൻ കിട്ടും. മനസ്സിലായില്ലേ? ചിന്തിച്ചു നോക്കി. യാസീൻ്റെ 80 ആയത്തുണ്ട്. വേറെ സൂറത്തിൻ്റെ അത് 25 ആയത്തുള്ളൂ, 10 ആയത്തുള്ളൂ, കാണാൻ കിട്ടില്ല. 7 ആയത്തുള്ളൂ, കാണാൻ കിട്ടില്ല. മനസ്സിലായില്ലേ? 7 ആയത്തേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഓതിയാൽ അങ്ങോട്ട് മറ്റേ രാഷ്ട്രീയ നേതാക്കന്മാർ, ദേശീയഗാന ജില്ലമാരും തീർന്നിട്ടുണ്ട്. ആകെ 7 ആയത്തേ ഉള്ളൂ. പക്ഷെ ഓനെ ഓതിയാൽ അത് തീരില്ല. പിന്നെയും തിരിച്ചും മറിച്ചും ചുമ്മക്കല്ല സൂഫയാലമോനായിട്ട് അങ്ങനെ കളിച്ചു. അത് തീർന്നിട്ടില്ല. നേരെ മറിച്ചോ 7 ആയത്ത് ഓർമ്മയില്ല, കിട്ടൂല. പക്ഷേ 83 ആയത്തുള്ള കിട്ടും. എന്ത് ചെയ്യാത്ത റസൂലുള്ളാഹിന്റെ പേരില്ല. അത് കിട്ടാത്ത അതിനെ നിസ്സാരപ്പെടുത്തവനെ ദുനിയാവിലെ ഏറ്റവും മോശപ്പെട്ടവനായി കണക്കാക്കും. ഒരാൾ യാസീൻ സൂറത്തിന് എതിര് പറഞ്ഞാൽ ഒന്നിനെതിര് പറയാൻ പാടില്ല. പക്ഷേ യാസീന് അതിന് ഫضലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഏതാളും അവനെ തള്ളിക്കളയും. എന്തുകൊണ്ട്? ഖുർആനക്കോടി ജനങ്ങൾ അംഗീകരിച്ചതാണ്. ഖുർആനിൽ പരിശുദ്ധ ഫാത്തിഹ കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഓതിയ സൂറത്താണ് ഇത്, യാസീൻ. യാസീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സൂറത്താണ്. അത് മിൻ അസ്മാഇ റസൂലില്ല. റസൂലുള്ളാഹിന്റെ പേരാണ്, റസൂലുള്ളാഹിന്റെ പേരാണ്. ഫാത്തിഹ റസൂലുള്ളാഹിന്റെ പേരാ. അൽ ഫാത്തിഹ മിൻ അസ്മാഇ റസൂലില്ല, റസൂലുള്ളാഹിന്റെ പേര്. പിന്നെ ഏറ്റവും കൂടുതൽ ഓതിയ സൂറത്ത് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ്. അതൊരു സംഘം ആളുകൾ നബിയെ വളഞ്ഞ് ശ്വാസം മുട്ടിച്ച് പിളർന്ന സൂറത്താണ്. ഇന്ന ലികുല്ലി ഷൈഇൻ നസബൻ ഫമാ നസബത് നിസ്ബത്തു റബ്ബിക യാ മുഹമ്മദ്. ഏതൊന്നിനും ഏതൊന്നിനും ഒരു തറവാട് വേണം. നിന്റെ റബ്ബിന്റെ തറവാട് എന്താ മുഹമ്മദേ? അപ്പോൾ അല്ലാഹു ഇറക്കി സൂറത്തുൽ ഇഖ്ലാസ്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ഷൈഇൻ നസബൻ വനിസ്ബത്തു റബ്ബി ഖുൽ ഹുവല്ലാഹു അഹദ്. ഏതൊന്നിനും തറവാട് വേണം. നിന്റെ റബ്ബിന്റെ തറവാട് ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ ഖുർആനിലെ ഏറ്റവും കൂടുതൽ ഓതപ്പെട്ട സൂറത്തുകൾ ഏതൊക്കെ? ഖുർആനിലെ ഏറ്റവും ഓതപ്പെട്ട സൂറത്തുകൾ ഫാത്തിഹ, അത് റസൂലുള്ളാഹിന്റെ പേരാണ്. ഫാത്തിഹ റസൂലുള്ളാഹിന്റെ പേരാണ്. ഫത്ഹ് റസൂലുള്ളാഹിക്ക് നൽകിയതാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഫത്ഹ് റസൂലുള്ളാഹിക്ക് നൽകിയതാ. ഒരു നബിക്കും ഫത്ഹ് കൊടുത്തില്ല. നബിക്ക് ഫത്ഹ് കൊടുത്തത്. നബിയിലേക്ക് ചേർത്താൽ ഫത്ഹുള്ള ഒരു നബിയുമില്ല. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഈ തൊട്ടടുത്ത നബിയാണ് നബിയുല്ലാഹി ഈസ. ഫത്ഹ് ഉണ്ടായിട്ടില്ല. ഫത്ഹ് ഇല്ലാതെ ആണ് ഉയർത്തപ്പെട്ടത്. ഫത്ഹ് ഉണ്ടായിരുന്നെങ്കിൽ ഉയർത്തൂല, ഉയർത്തി വേണ്ടി വരൂല. ഫത്ഹ് ഉണ്ടെങ്കിൽ ശത്രു മുഴുവനും മൂക്ക് കുത്തിക്കും. അതാണ് ചിന്തിക്ക്. വലിയ നബിയാണ് സയ്യിദുനാ ഇബ്രാഹിം, വലിയ ആളാ. പക്ഷെ ഫത്ഹ് റബ്ബ് കൊടുത്തിട്ടില്ല. ഈ അളവിൽ ഫത്ഹ് കൊടുത്തിട്ടില്ല. അല്ലാതെ ആ ആൾക്ക് ഒരു നേരിയ ഫത്ഹ് ഇല്ല എന്നല്ല, ഈ അളവിൽ ഒരു ഫത്ഹ് ഇല്ല. ചിന്തിച്ചൊക്കെയില്ല. വലിയ നബിയാണ് സയ്യിദുനാ മൂസ. സ്വന്തം ജനതയെ അൽ അർളുൽ മൗഊദ, വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്നതൊരു ഉത്തരവാദിത്തമായിരുന്നു. അവർക്ക് തൗറാത്ത് പഠിപ്പിച്ച് വിശുദ്ധരാക്കി അൽ അർളുൽ മൗഊദ, വാഗ്ദത്ത ഭൂമിയിലേക്ക്, പ്രോമിസ് ലാൻഡ്, അതിലേക്ക് കൊണ്ടുവരൽ ബാധ്യതയായിരുന്നു ആർക്ക്? നബിയുല്ലാഹി ഈസ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്നിട്ടോ ഒരായുസ് മുഴുവനും അതിനുവേണ്ടി നൽകി. ആ ജനത നന്നായില്ല. അവസാനം ജോർദാന്റെയും പലസ്തീന്റെയും ഇടയിൽ
ഒരു ചെറിയ പർവ്വത ശിഖരത്തിൽ പ്രസംഗിച്ചു നിൽക്കവേ അസ്രായിൽ വന്നു. അപ്പോൾ അസ്രായിലിനെ അടിച്ചു. എന്തേ? ദേഷ്യം. ഇവർ നന്നായി ഇവരെ അവിടെ കൊണ്ടയാക്കിയിട്ട് പിന്നെ മരിക്കണം. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അസ്രായിൽ അലൈഹിസ്സലാം. അപ്പോൾ അള്ളാഹു തആല പിന്നെ അസ്രായിലിനെ പറഞ്ഞയച്ചു. എന്താ വേണ്ടത്? അംഗീകരിക്കുക. ജീവിതം വേണം, ജീവിതം കൊടുക്കുക, അംഗീകരിക്കാളി. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു. ഒരു കാളക്കൂറ്റൻ്റെ പുറത്ത് ഒരാൾ കൈ ഇങ്ങനെ വെച്ചാൽ എത്ര രോമം ഉൾപ്പെടുമോ അത്രയും കാലം നിങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കണോ? അതിനും അള്ളാഹു വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, ആയിക്കോട്ടെ, പിന്നെന്താ ഉണ്ടാവുക? മരണം. നബിനെപ്പോൾ തന്നെ മരിക്കുക. നബിനെ എന്നെ തല്ലിയത് എന്തിന്? എനിക്ക് ഇവിടെ കടന്ന് മരിക്കാൻ പറ്റൂല, എനിക്ക് പ്രോമിസ് ലാൻഡിൽ നിന്ന് മരിക്കണം. എന്നിട്ട് ജനത്തിനെ ഇട്ട് ഒറ്റക്ക് പോയി അവിടുന്ന് മരിച്ച്, അവിടുന്ന് റൂഹ് പിടിച്ച്. ജനമോ? ജനത്തിന് അതിന് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ അവരെ പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നത് നബിയുല്ലാഹി 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 യൂശാ ഇബ്നു നൂൻ അലൈഹിസ്സലാം. പിന്നെ അവരെ പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നത് യൂശാ യശയ്യ പ്രവാചകൻ എന്ന് പഴയ നിയമത്തിൽ കാണാം. യശയ്യയാണ് ഇസ്ലാമിക സംജ്ഞയിൽ പറയുന്ന യൂശാ. യശയ്യ പ്രവാചകനാണ് അവരെ പ്രോമിസ് ലാൻഡിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട്? ആ ദൗത്യം പൂർത്തിയായില്ല. സ്വന്തം ജനതക്കെതിരെ, അടുത്തൊരു നബിയാണ് നബിയുല്ലാഹി നൂഹ്, സ്വന്തം ജനതക്കെതിരെ ദുആ ചെയ്തു. ഒരൊറ്റൊന്നിനോട് വാക്കിയാക്കണ്ട, ഒരൊറ്റൊന്നിനെ ഈ ഭൂമിയിൽ നീ വാക്കിയാക്കരുത് അല്ലേ? ദുആ ചെയ്തല്ലോ. ആര്? സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. അപ്പോഴാണ് എന്തിറക്കിയത്? فدعا ربه أني مغلوب فانتصر ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فدعا ربه നൂഹ് നബി ദുആ ചെയ്തു റബ്ബിനോട്, അന്നി മഗ്ലൂബ്, ഞാൻ പരാജയപ്പെട്ടു. 950 കൊല്ലം കഴിഞ്ഞത് പറയുന്നത്, പരാജയപ്പെട്ടു. ഫന്തസിർ, നീ സഹായിക്കണം, എനിക്ക് നടക്കൂല, ഈ ജനത്തിനെ നന്നാക്കൽ എനിക്ക് നടക്കൂല. അപ്പോൾ ഫത്ഹ് വന്നില്ല. ഇത് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വന്നു. ഒരു ജനത്തിനെ കൊണ്ടിറക്കാൻ ചെറിയ പണിയല്ല, അത് നടക്കൂല, അത് ഭയങ്കര പണിയാണ്. ഈ ലോകത്ത് ഒരു 1000 കാളകളെ ഒരാൾക്ക് പോറ്റാം, 10 മനുഷ്യന്മാർ പോറ്റാൻ കഴിയില്ല. വലിയ ജന്തുക്കളാണ് ആന, 100 ആന ഒരാൾക്ക് കൊണ്ടിറക്കുക, 4 മനുഷ്യനെ കൊണ്ടിറക്കാൻ കഴിയില്ല, കഴിച്ചില്ല, നടക്കൂല. നമുക്ക് സിംഹത്തിനെ കൊണ്ടിറക്കണം, കൊണ്ടിരുന്നോ? 100 സിംഹത്തിനെ കൊണ്ടിറക്കണം. അതിനൊരു പഠിപ്പുണ്ട്, ആ പഠിച്ചാൽ മതി സിംഹത്തിനെ കൊണ്ടിറക്കാൻ. പൂച്ചക്കുട്ടികളെ പോലെ പിന്നെ സിംഹം. എന്തുകൊണ്ട്? മുനാഫിക്കായ ഒരു സിംഹത്തിന് അള്ളാഹ് പഠിച്ചിട്ടില്ല. ഓ മുനാഫിഖുൻ അൽ അസദ് മുനാഫിഖുൻ, ആ അസദ് സിംഹം മുനാഫിഖാണ് എന്ന് പറഞ്ഞൊരു അസദ് ലോകത്തില്ല. അൽ ഫീല് മുനാഫിഖുൻ വൽ ഫീലു കാഫിറുൻ, അങ്ങനത്തെ ഇല്ല. കാഫിരിങ്ങൾ ഫീലിൻ്റെ പുറത്തേറിയിട്ടുണ്ട്, ഫീല് മൂമിനാണ്, ഫീല് കാഫിറല്ല. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ചിരിക്കാൻ നല്ലോണം ചിരിക്കും, ഉള്ളിൽ കൂടി കളിക്കാം. നിങ്ങളൊരു മനുഷ്യനെ കൊണ്ടാണ് ഇതിവിടെ നടന്നോണ്. എന്താ പറയുക, എൻ്റെ മുന്നിൽ വന്നാണ് പറയുന്നത്, നിങ്ങളൊരു മനസ്സല്ലെങ്കിൽ ഇതിൻ്റെ കഥ കഴിഞ്ഞു. അതേ മനുഷ്യൻ അതേ ചുമരിൻ്റെ അപ്പുറത്ത് പോയി പറയാം, ഇതെന്നാണ് മൂപ്പർ പൊളിച്ചിരുന്നെന്ന് അല്ലാഹു അഅലം, മൂപ്പരെ കൊണ്ട് തുടങ്ങിയല്ലോ എന്ന് പറയാം. അങ്ങനെ ഒരു സിംഹം പറയില്ല, അങ്ങനെ ഒരു ആന പറയില്ല, അങ്ങനെ ഒരു കുരങ്ങ് പറയില്ല. കൂനോ ഖിറദത്തൻ ഖാസിഈൻ, നിന്നെ ജീവികളാണ് കുരങ്ങുകൾ. ഒരു കുരങ്ങ് മുനാഫിക്കില്ല. ആരുണ്ട്? മനുഷ്യണ്ട്, മനുഷ്യനേ ഉള്ളൂ. വേട്ടയ്ക്ക് വേണ്ടിയല്ലാതെ, ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ ഒരു ജീവി ആക്രമിക്കൂല. ലോക നിയമങ്ങളിൽപ്പെട്ടതാണ്. ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ ഒരു ജീവി ആക്രമിക്കൂല. കുറുക്കനെ സിംഹം വേട്ടയാടൂല. എന്തുകൊണ്ട്? മാനിനെ വേട്ടയാടും, സിംഹം കുറുക്കനെ വേട്ടയാടൂല. എന്തുകൊണ്ട്? കുറുക്കനെ സിംഹം തിന്നൂല, അതുകൊണ്ട് വേട്ടയാടൂല.
നിയമം നോക്കി. ഒരു കുറുക്കനെ ഒരു സിംഹം വേട്ടയാടുകയില്ല. ഒരു കുറുക്കനെ ഒരു സിംഹം വേട്ടയാടുകയില്ല. ഒരു കുറുക്കനെ സിംഹം വേട്ടയാടൂല. കുറുക്കനെ കടുവ വേട്ടയാടൂല. എന്തുകൊണ്ട്? കടുവക്കും സിംഹത്തിനും കുറുക്കൻ ഭക്ഷണമല്ല, വേട്ടയാടൂല. വേട്ടയ്ക്ക് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടിയല്ലാത്തൊരു ജീവിയെ ആക്രമിക്കാനല്ല. മനുഷ്യനോ? മനുഷ്യനാരി ആക്രമിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക് 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 ചിന്തിക്ക്, ഇതിലൊക്കെ പഠിക്ക്, ചിന്തിക്ക്. അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. മനുഷ്യനെ അങ്ങോട്ട് കൊണ്ടിട 1.25 ലക്ഷം ആളുകൾ നക്ഷത്രങ്ങളെ പോലെ ഇറങ്ങി വരിക. മദീനയിലെ നഗരകവാടവും കടന്ന് ഇറങ്ങി വന്നവർക്ക് ഉദൂൽ, നീതിമാന്മാർ എന്ന് റബ്ബ് പേര് കൊടുക്കുക. അതൊരു ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്. ഇതിനേക്കാളും വലിയൊരു അത്ഭുതം ഇല്ല. ഒരാൾ കോടിക്കണക്കിന് താജ്മഹൽ ഉണ്ടാക്കിയാൽ ഇവിടെ എത്തൂല. താജ്മഹൽ കല്ലിന് മേലെ കല്ല് വെക്കല്ലേ, അവർക്ക് നടക്കും. ഇത് നടക്കൂല. എൻ്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാ. എന്തുകൊണ്ട്? അവർ അത്രയും നല്ലവരാണ്, അത്രയും നല്ലവരാണ്. ഉലൈക الذين امتحن الله قلوبهم للتقوى. അവരുടെ ഹൃദയം അള്ളാഹു പരീക്ഷിക്കുകയും അതിൽ തഖ്വ ഉണ്ടെന്ന് റബ്ബ് സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. സർട്ടിഫിക്കറ്റ് കൊടുത്തു. അവർക്ക് തഖ്വയുള്ളവരാണ്, ഭയഭക്തിയുള്ളവരാണ്, അവർ നല്ലവരാണ്. وردت له شمس بعيد غروبها وإذ كذبوا قد أنزل الحق محكما وهدم أحزابا برمية كفه فيا عجبا من رمية حين هدما وهدم أحزابا. എത്രയെത്ര ശക്തരായ സൈന്യത്തെയാണ് അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയത്. ബിറംയത്തി കഫിഹി, ആ ഉള്ളം കൈകൊണ്ട് ഒരു ഏറ് കൊടുത്തപ്പോൾ മണ്ണ് വാങ്ങി ഇങ്ങനെ ഇട്ടു. പിന്നെ അവർക്കൊന്നും ഒന്നിനും വയ്യ. എന്തേ? അവിടുന്ന് എതിരിടാൻ പിന്നെ ഒരാൾക്ക് കഴിയില്ല. ഈ ലോകമൊക്കെ അതിൻ്റെ കയ്യിലാണ്. എത്ര ശക്തരായ സൈന്യത്തെയാണ് അവിടുന്ന് തകർത്തത്. അവിടുത്തെ ഉള്ളം കൈയിൻ്റെ ഒരു ഏറുകൊണ്ട്. ആരടാ പിന്നെ എണീറ്റത്? ഒന്നങ്ങനെ എടുത്തിട്ടു. അതിൻ്റെ അർത്ഥം വരെയൊക്കെ മുഖത്തേക്ക് നോക്കി കല്ലിട്ട് അല്ല, വരെ ഭാഗത്തേക്ക് ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞു. ആ മുഖങ്ങളൊക്കെ കോലം കിട്ടുപോട്ടെ. പിന്നെ ഒറ്റ മുഖം നന്നായില്ല. അള്ളാഹ്ക്കെതിരെ ആൾക്കാരും ചെയ്യില്ല. ശത്രു സൈന്യങ്ങളെ, ശക്തരായ ശത്രു സൈന്യങ്ങളെ അവിടുന്ന് തകർത്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബിറംയത്തി കഫിഹി, അവിടുത്തെ ഉള്ളങ്കൈയിൻ്റെ ഏറുകൊണ്ട്. ആയത്തിറങ്ങി. നബിയെ അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല. എങ്കിലും അള്ളാഹുവാണ് എറിഞ്ഞത്. നബി എറിഞ്ഞത് അള്ളാഹ് എറിഞ്ഞ മാതിരി തന്നെ. നബി അള്ളയാണോ? അല്ല, അള്ളാഹിൻ്റെ അത്രയും വലിയ ആളാണ്. അതുകൊണ്ട് അതിട്ട പിന്നെ അതിൻ്റെ മേലെ ഒരാൾക്ക് മേലെക്കട വെക്കാൻ കഴിയില്ല. ആ ജനത്തെ തകർത്തപ്പോൾ അവിടെ നിറഞ്ഞൊരേറുണ്ടല്ലോ, അത് അത്ഭുതമായൊരേറാണ്. അങ്ങനെ ഇട്ടു, കഴിഞ്ഞ്. പിന്നെ ഒരു കനങ്ങാൻ വയ്യ, പിന്നെ ഒരു കനങ്ങാനേ വയ്യ. കുത്തി നിർത്തിയ മരത്തടിക പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ്. ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഹബീബ റസൂലുള്ളാഹി ഒരു പിടി മണ്ണിങ്ങനെ ഇട്ടതാണ്. കഴിഞ്ഞ്. പിന്നെ ഒരു കനങ്ങാൻ വയ്യ. എന്തെങ്കിലും വിചാരിച്ച് എന്നോട് കളിച്ച കഴിഞ്ഞ്. ഈ ലോകം അതിൻ്റെ കയ്യിലല്ലേ? പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഫാലിലെ 18-ാമത്തെ ആയത്തായിരിക്കുമെന്നാണ് എൻ്റെ ഓർമ്മ. 17. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى
وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. وما رميت നബി അങ്ങ് എറിഞ്ഞിട്ടില്ല, ഇത് റമൈത അങ്ങ് എറിഞ്ഞപ്പോൾ. വലാകിൻ അല്ലാഹു റമ, എങ്കിലും അല്ലാഹുവാണ് എറിഞ്ഞിട്ടുള്ളത്. അൻ ഇബ്നു അബ്ബാസ് റഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി യൗമ ബദ്രിൻ, ബദർ ദിവസം റസൂലുള്ളാഹി കൈപൊക്കി. ഫഖാല, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, ഈ ചെറു സൈന്യത്തെ റബ്ബേ നീ ഇങ്ങനെ നശിപ്പിച്ചാൽ, ഫലൻ തുഅബദ ഫിൽ അർളി അബദൻ, പിന്നെ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരു കാലത്തും ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല എന്ന്. ഫഖാല ലഹു ജിബ്രീൽ, അപ്പോൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ ജിബ്രീൽ വന്ന് പറഞ്ഞു, ഖുദ് ഖബ്ലത മിൻ തുറാബി, നബിനെ ഒരു പിടി മണ്ണെടുത്താളി. മനസ്സിലായില്ലേ? എന്നാ ഒരു പിടി മണ്ണെടുത്താളി. ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ഫർമി ബിഹാ ഫി വുജൂഹിഹിം, അവരുടെ മുഖത്തിന്റെ ഭാഗത്തേക്ക് കണ്ടെറിഞ്ഞാളി. ഫർമാ ബിഹാ വുജൂഹും, ആ മണ്ണെടുത്ത റസൂലുള്ളാഹി എന്ത് ചെയ്തു? ഒരു പിടി മണ്ണെട് വാരിക്കാളി, മണ്ണെട് വാരി അത് ഓരോ ഭാഗത്തേക്ക് ഇട്ടാളി. ഇട്ടു. ആര് പറഞ്ഞു കൊടുക്കാണ്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. فما من المشركين أحد إلا صاب عينيه ومنخريه وفمه تراب من تلك القبلة فولوا مدبرين. فما أحد من المشركين, മുശ്രിക്കീങ്ങളിൽ ഒരാളുമില്ല, ഇല്ല അസാബ ഐനൈഹി, അവന്റെ രണ്ട് കണ്ണിലും എത്തിയിട്ടല്ലാതെ, വമുൻഖറൈഹി, അവന്റെ മൂക്കിന്റെ ഓട്ടയിലും, അവന്റെ തരിമൂക്കിൽ വരെ ഇത് കയറി. സിറിഞ്ചെടുത്ത് കയറ്റല്ല ഇത്, സിറിഞ്ചെടുത്ത് കയറ്റിയതല്ല. എന്താ? ഒരു പിടി മണ്ണെടുത്ത് പോലെ പാത്തകൻ ഇട്ടാളി. അങ്ങനെ എടുത്തിട്ടു. ഇതെവിടെ എത്തി? ഐനൈഹി, അവരോരോരുത്തരുടെയും രണ്ട് കണ്ണിലൊന്ന്. ഐനൈഹി എന്ന രണ്ടെണ്ണതല്ലേ? ഓരോരുത്തരുടെയും ഈ രണ്ട് കണ്ണിലെത്തി. വമുൻഖറൈഹി, രണ്ട് തരിമുക്കിന്റെ ഓട്ടിലെത്തി. വഫമിഹി, വഫമിഹി, വായിലെത്തി. فما أصاب من المشركين أحد, فما من المشركين أحد, മുശ്രിക്കീങ്ങളിൽ ഒരാളും ഉണ്ടായില്ല, ഇല്ലാ أصاب عينيه ومنخريه وفمه تراب من تلك القبلة فولوا مدبرين. പിന്തിരിഞ്ഞോടി, പിന്തിരിഞ്ഞോടി. മനസ്സിലായില്ലേ? ചിന്തിക്ക്, അല്ലാഹുവിന്റെ ഹബീബല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അവർക്ക് അള്ളാഹ്ക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി വന്നവരാണ്, സാധിച്ചു. അതേ സമയത്ത് ഊഹദിലോ കഷ്ടപ്പെടുത്തി. എന്തുകൊണ്ട്? കുറച്ച് ലാഭം കിട്ടുന്ന പിന്നാലെ കൂടി. അത് വേണ്ട, ദുനിയാവിൻ്റെ പിന്നാലെ പോയണ്ട. എന്നും നമ്മൾ ജയിക്കും, എന്നും നമ്മൾ ഗനീമത്ത് കൊണ്ടുപോകുന്ന അങ്ങനെ വിചാരിക്കണ്ട. എന്നുവെച്ചാൽ وما رميت إذ رميت ولكن الله رمى എന്ന്. فأخذ قبلة من التراب فرمى بها في وجوههم, അവരുടെ മുഖം അവരുടെ ഭാഗത്തേക്കാണ് ഇട്ടു. فما من المشركين أحد إلا أصاب عينيه ومنخريه وفمه تراب من ذلك القبلة فولوا مدبرين. تراب من تلك القبلة فولوا مدبرين. وقال السدي رضي الله عنه قال رسول الله صلى الله عليه وسلم لعلي رضي الله عنه, അലി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. യൗമ ബദ്രിൻ, പറഞ്ഞു ബദർ ദിവസം, അഅ്തിനി ഹസബൻ മിനൽ അർളി, ഭൂമിയിൽ കുറച്ച് ചരൽ കല്ലുകൾ വാരിക്കോ അലിയെ. ഫനാവലഹു ഹസബൻ അലൈഹി തുറാബുൻ, അങ്ങനെ മണ്ണിൽ പൂണ്ട കുറച്ച് ചരക്കല്ല് കൂടി റസൂലുള്ളാഹിക്ക് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എടുത്തു. ഫറമാ ബിഹി ഫി വുജൂഹിൽ ഖൗമി, എന്നിട്ട് റസൂലുള്ളാഹി അതാ ഭാഗത്തേക്ക് ഇട്ടു. ഫലം യബ്ക മുശ്രിക്കുൻ ഇല്ലാ ദഖല ഫി ഐനൈഹി മിൻ ദാലിക തുറാബി ഷൈഉൻ, പിന്നെ അത് കണ്ണിൽ മണ്ണ് കയറിയ പിന്നെ വല്ലതും നടക്കും. ഡാൻസും പാട്ടുമായിട്ടൊക്കെ വരികയാണ്. പിന്നെന്താ നടന്നത് ഓർക്കന്നെ അറിയില്ല. തല പോയി. في وجوه القوم فدخلت في أعينهم كلهم وأقبل صحابة يسرونهم وكانت هزيمتهم في رمية رسول الله. റസൂലുള്ളാഹിന്റെ ഏറ് കൊണ്ടാണ് അവർ തകർന്നത്, ലബരൊന്നും കൊണ്ടല്ല. ഇവർക്ക് യുദ്ധം എന്താണെന്ന് അറിയാത്തവരവരൊക്കെ. മറ്റൊരു യോദ്ധാക്കളാണ്,
മദീനക്കാരാണ് ഈത്തപ്പനൊക്കെ കൊണ്ടിരിക്കുന്നല്ല. മറ്റവർക്ക് യുദ്ധമാണ്, ലാഭം പോലും പണി. അവരാണ് തോറ്റ് തൊപ്പിട്ട് എൻ്റെ ഒരു പിടി മണ്ണ് വാര്യം കിട്ടു കഴിഞ്ഞു. എന്ന് യൗമ ബദരിൻ അഖദ റസൂലുള്ളാഹി തലാത്ത ഹസബാത്തിൻ ഫറമാ ബി ഹസബത്തിൻ മൈമനത്തിൽ ഖൗമി. ഒരു ചെരൽക്കല്ല് കൊണ്ട് അവരെ വലഭാഗത്തേക്ക് എറിഞ്ഞു. വഹസബാത്തിൻ ഫി മൈസറത്തിൽ ഖൗമി, പിന്നെ കുറച്ച് ചെരൽക്കല്ല് കൊണ്ട് ഇടഭാഗത്തേക്ക് എറിഞ്ഞു. വഹസബാത്തിൻ ബൈന അദ്ഹുരിഹിം, മുന്നിലേക്ക് ഇട്ടു. വഖാല ഷാഹത്തിൽ വുജൂ, മുഖം കോലം കിടട്ടെ എന്ന് പറഞ്ഞു. ഫൻഹസമു, പിന്തിരിഞ്ഞോടി അവര്. മദ്യത്തിന്റെ ചഷകം ഒന്നിനു പിറകെ ഒന്നായി കുടിച്ചുകൊണ്ടേയിരുന്നു ഞാൻ. ഏത് മദ്യം? പ്രേമത്തിന്റെ മദ്യം, അള്ളാഹുവിലും റസൂലിലുമുള്ള പ്രേമത്തിന്റെ മദ്യം. അതാണ് കുടിക്കേണ്ടത്. അത് കുടിച്ചോന്റെ പേരാണ് സുന്നി. അല്ലാതെ താടി നീട്ടലല്ല. താടി നീണ്ടാ നല്ലത്, നീണ്ടിട്ടില്ലെങ്കിലും നല്ലത് ചൊറിയുണ്ടാകുന്നത്. ചൊറിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടും. താടി വെക്കുമ്പോൾ ചൊറിയാൾക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ചൊറിയാണ് പ്രശ്നം. നിസ്കാരത്തിൽ മാന്തേണ്ടി വരും. നല്ലതല്ലേ? നല്ലത് ഇപ്പം എന്താ നല്ലതല്ലാത്ത? കുറേ താടി വെക്കലോ മുടി വെക്കലോ തലയിൽ തലയെക്കെട്ട് വെക്കലോ അതിൻ്റെ മേലെ ഒരു അയലിൻ്റെ അടിയിൽ കൂടി പോകുന്ന വരെ പോലെ എല്ലാം കൂടി പൊളിച്ചിട്ട് തോളിൽ കൂടി ഇടലോ, ഇതൊന്നും അല്ല ഇസ്ലാമതം. ഇസ്ലാമതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ റസൂലിനെയും പ്രേമിക്കല. അത് പ്രേമം തന്നെ. അതിന് അവസാനമല്ല. ഫമാനഫദ ശറാബു, കള്ളും തീർന്നില്ല, ദാഹവും തീർന്നില്ല. ഇതിനദീനെ അറിയാം. ഇതീന് ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കും, ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കൂല. നമ്മളെപ്പോലെയല്ല സഹാബികൾക്ക് അമല് കുറവാണ്. കാന സ്വഹാബ റസൂലില്ലാഹ് അഖല്ലുന്നാസി അമലൻ. ലോക ചരിത്രത്തിൽ അമല് കുറഞ്ഞ ജനക സ്വഹാബികളാണ്. വഅശദ്ദുന്നാസി ഈമാനൻ വഅഅമഖുന്നാസി ഇൽമൻ. وأكثر الناس طاعة وأقل الناس عملا. عمل കുറവാ, അനുസരണ കൂടുതലാ, ഈമാൻ ശക്ത. നമുക്ക് അമൽ കൂടുതലാ, അനുസരണ എന്ന സാധനം നാട്ടിൽ തന്നെയല്ല. ഈമാൻ പറഞ്ഞാൽ ഏത് മാനെന്ന് വെക്കും? മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു അമ്മായനുണ്ടാവും, ഈമാൻ ഉണ്ടാവില്ല. ഈ ആഴ്ച ഞങ്ങൾ കിട്ടുന്ന ആയിഭാഗത്ത് സ്വഹാബികൾക്ക് അമൽ കുറവാണ്. ഇന്നിപ്പോൾ നമുക്ക് അമലല്ലാതെ ഒന്നുണ്ട്. മറ്റേത് കച്ചവടം ജയിക്കുക, കച്ചവടം കൂടാനുള്ള ദിക്ർ, അത് 1000 ചെല്ലണം. നമുക്ക് കച്ചവടമുണ്ട്, പുരാവലാകാൻ ഒരു കച്ചവടമില്ല. അപ്പോൾ ആ ദിക്റുകൾ പോയി കുട്ടി അൽഹംദുലില്ലാ. ആർക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ദിക്ർ, അത് സിദ്ദീഖിലൊക്കെ പറഞ്ഞാൽ അറിയില്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് റിയൽ എസ്റ്റേറ്റ് ഇല്ല. പ്രിൻസിപ്പൽ സ്ഥാനം നിലനിൽക്കാനുള്ള ദിക്ർ. അപ്പം ഞാൻ പഠിച്ച പ്രിൻസിപ്പാളാണ്. അപ്പം ഞാൻ അതിൻ്റെ ദിക്റും കൂടി ചെല്ലണം. കാരണം ഇവരൊക്കെ എന്നെ ഇംപീച്ച് ചെയ്യുമെന്ന് പേടിയാണ്. അപ്പോൾ ആ ദിക്ർ ഞാൻ ചെല്ലണം. അത് സിദ്ദീഖുൽ അക്ബറിനില്ല. കാരണം സിദ്ദീഖുൽ അക്ബർ പ്രിൻസിപ്പാളല്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഒരിക്കില്ല. 5 നിസ്കരിക്കും, പാടത്ത് പണിയെടുക്കും, പരി പോയി കടന്നുറങ്ങും. പക്ഷേ എന്താണ് കാര്യമാണ് പറഞ്ഞാൽ അതാണ് ചെയ്യും. തല മുറിച്ചാൽ കൊടുക്കണം. തല മുറിച്ചിട്ട് കയ്യിൽ വെച്ച് നബിക്ക് കൊടുത്തിട്ട് ഒരു വീഴുള്ളൂ. അതാണ് അനുസരണാസനം നാട്ടിൽ കിട്ടല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അതന്നെ ഇപ്പം ഇതാ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ദീൻ എന്നാൽ ഞാൻ ഇവിടുത്തെ പറയാൻ കാരണം ഷാഹത്തിൽ വുജൂ. അടുത്ത ക്ലാസ് ബാക്കി അടുത്ത ക്ലാസ് പറയാം. ഷാഹത്തിൽ വുജൂ, മുഖം കോലം കെടട്ടെ, മുഖം കോലം കെടട്ടെ, മുഖം കോലം കെടട്ടെ എന്ന് പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹ്. മുഖം കോലം കെട്ടു. ഇന്നും റസൂലുള്ളാഹിനെ ആര് നിസാരപ്പെടുത്തുന്നോ അവരുടെ മുഖം കോലം കെടും. മുഖം കോലം കെടും. അല്ലാഹു